സ്ക്രൂ ഡ്രൈവറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സാധാരണ ഒരു നോർമൽ LED ടി വിയെ എങ്ങനെ നമുക്ക് സ്മാർട്ട് ടി വി ആക്കാം എന്നുള്ളതാണ്. LED ടി വിയെ മാത്രമല്ല, നമുക്ക് സാധാരണ CRT ടി വി, പഴയ മോഡൽ CRT ടി വിയെയും നമുക്ക് സ്മാർട്ട് ടി വി എങ്ങനെ ആക്കാം എന്നുള്ളതും കൂടെയാണ് നമ്മളിന്ന് നോക്കുന്നത്. ഞാൻ ഈ സ്മാർട്ട് ബോക്സ് വാങ്ങിച്ചിട്ട് ഏകദേശം 6 മാസം അടുപ്പിച്ചായി. മിക്കവാറും എനിക്കിതിൻ്റെ ആവശ്യം വരുന്നത്, ഞാനൊരു ടി വി ടെക്നീഷ്യൻ ആയതുകൊണ്ട് കസ്റ്റമറുടെ വീട്ടിൽ അവരുടെ ടി വിയുടെ കംപ്ലയിൻറ്റ് വരുമ്പോൾ കേബിൾ കിട്ടുന്നില്ല, ക്ലാരിറ്റി കുറവാണ് എന്നൊക്കെ ഉള്ള കംപ്ലയിൻറ്റ് വരുമ്പോഴാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഇത് യൂസ് ചെയ്യുന്നത്. ഈ സ്മാർട്ട് ബോക്സിന് 1 GB റാമും 8 GB ഇൻറ്റേർണൽ മെമ്മറിയാണുള്ളത്. ഇതിൻ്റെ വശങ്ങളിലായിട്ട് മെമ്മറി കാർഡ് ഉപയോഗിക്കുവാനും 4 USB പോർട്ടുകളും നമുക്കിതിൽ കാണാൻ കഴിയും. 4 USB പോർട്ട് കൊടുത്തിരിക്കുന്നത് പെൻ ഡ്രൈവ് കൂടാതെ നമുക്ക് കീബോർഡും മൗസും എല്ലാം ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് 4 എണ്ണം നമുക്ക് കൊടുത്തിരിക്കുന്നത്. നമുക്കിത് എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത് നോക്കാം. DC 5 വോൾട്ട് 2000 മില്ലി ആംപിയർ ഔട്ട്പുട്ട് വരുന്ന ഒരു അഡാപ്റ്ററാണ് ഇതിന് യൂസ് ചെയ്യുന്നത്. കൂടാതെ നമുക്ക് HDMI ഔട്ടാണ് നമ്മൾ ഇപ്പോൾ ഇതിൽ കൊടുക്കുന്നത്. HDMI ഔട്ട് വരുന്നത് LED ടി വികളിലായിരിക്കും കൂടുതലും വരുന്നത്. അഡാപ്റ്ററും HDMI കേബിളും ഈ ബോക്സിൻ്റെ കൂടെ സൗജന്യമായിട്ട് ലഭിക്കുന്നതാണ്. HDMI കേബിളിൻ്റെ ഒരു വശം നമ്മൾ സ്മാർട്ട് ബോക്സിൻ്റെ പുറകിലും കേബിളിൻ്റെ മറുവശം ടി വിയുടെ പുറകിലുമാണ് കണക്ട് ചെയ്യേണ്ടത്. വൈഫൈ ഉപയോഗിച്ച് നെറ്റ് കണക്ട് ചെയ്യുന്നത് കൂടാതെ സാധാരണ നമുക്ക് ലാൻ കണക്ഷനും ഇതിൽ ഉപയോഗിക്കാൻ കഴിയും. സാധാരണ ടി വികളിൽ എങ്ങനെയാണ് ഇത് കൊടുക്കുന്നതെന്ന് നോക്കാം. അതിനായി വീഡിയോയിൽ കാണുന്ന പോലെയുള്ള ഒരു AV കോഡാണ് നമുക്ക് വേണ്ടത്. അത് AV എന്നുള്ള ഓപ്ഷനിൽ കണക്ട് ചെയ്യുക. മറുതലക്കിലുള്ള 3 കളർ വരുന്ന മഞ്ഞ, വെള്ള, ചുവപ്പ് വരുന്ന 3 കേബിള് നമ്മൾ ടി വിയുടെ പുറകിലെ AV ഇൻപുട്ടിലാണ് കണക്ട് ചെയ്യേണ്ടത്. നമുക്ക് 4K ബോക്സ് ഒന്ന് ഓണാക്കി നോക്കാം. ഓണാക്കി നോക്കുമ്പോൾ ആദ്യം കത്തുന്നത് ഒരു നീല ലൈറ്റാണ്. ടി വി നമുക്ക് ഒന്ന് ഓണാക്കി നോക്കാം. ബോക്സ് ഓൺ ചെയ്യുമ്പോൾ നമ്മുടെ ടി വിയുടെ ഡിസ്പ്ലേയിൽ ആദ്യം കാണുന്നത് M-Box മേക്ക് യുവർ ലൈഫ് കളർഫുൾ എന്നുള്ള ഡിസ്പ്ലേ ആയിരിക്കും വരുന്നത്. ഏകദേശം 1 മിനിറ്റോളം ഈ ഡിസ്പ്ലേയിൽ M-Box എന്നുള്ള പിക്ചർ ഇങ്ങനെ തെളിഞ്ഞ് തന്നെ നിൽക്കും. ശേഷം ഇതുപോലൊരു ഇൻ്റർഫേസ് ആയിരിക്കും നമുക്ക് ലഭിക്കുന്നത്. നമുക്ക് ഓരോ ഓപ്ഷനായിട്ട് പരിചയപ്പെടാം. ഇതിൽ പ്രധാനമായും നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ മൊബൈൽ ഷെയർ ചെയ്യാനും മൊബൈലിലുള്ള വീഡിയോസ് ഡിസ്പ്ലേയിൽ കാണാനും യൂട്യൂബ്, ബ്രൗസർ, ഗാലറി അങ്ങനെ തുടങ്ങിയ ഓപ്ഷനുകളായിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. റിമോട്ടിൽ ഈ 4 ബട്ടണും OK ബട്ടണുമാണ് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് റിമോട്ടിൽ യൂസ് ചെയ്യേണ്ടത്. അതിനാണ് ജോയ്സ്റ്റിക്ക് എന്ന് പറയുന്നത്. കൂടാതെ മൗസിൻ്റെ പടമുള്ളൊരു ഓപ്ഷനും വരുന്നുണ്ട്. വോളിയം അപ്പും ഡൗണും വരുന്നുണ്ട്. പിന്നെ ബാക്ക്, മെനു ഇങ്ങനെയുള്ള ഓപ്ഷനെല്ലാം ഇതിൽ വരുന്നുണ്ട്. നമുക്കിതിൽ ജോയ്സ്റ്റിക്ക് ആ 4 ബട്ടൺ കാണുന്നത് നമുക്ക് കൾസർ അങ്ങോട്ടും ഇങ്ങോട്ടും, അതായത് മൗസിൻ്റെ ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് മൂവി ചെയ്യിക്കാനൊക്കെ പറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ആ 4 ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. നമുക്ക് വീഡിയോയിൽ കാണാം, നമ്മൾ മൗസിൻ്റെ പടമുള്ള കീയിൽ പ്രസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഒരു മൗസിൻ്റെ ചിഹ്നം ഡിസ്പ്ലേയിൽ വന്നു. നമ്മൾ ജോയ്സ്റ്റിക്കിൽ മൂവി ചെയ്യിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് മൂവ് ചെയ്യുന്നത് നമുക്ക് കാണാം. നമുക്ക് ഇഷ്ടമുള്ള ഓപ്ഷനിൽ കൊണ്ടുവച്ച് നമ്മൾ OK ബട്ടൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ ആ ആപ്ലിക്കേഷനായിരിക്കും വർക്കാകുന്നത്. നമ്മളിപ്പോൾ OK കൊടുത്തപ്പോൾ അതിനകത്ത് ആപ്സിനകത്ത് കയറിയായിരുന്നു. അടുത്ത് നമുക്ക് ഇഷ്ടമുള്ളൊരു ഓപ്ഷൻ, ഇതിൽ കാൽക്കുലേറ്റർ അങ്ങനെ കുറേ ഓപ്ഷൻ, ഗാലറി എല്ലാം ഉണ്ട്. സെറ്റിങ്സിലോട്ട് പോയി നോക്കാം നമുക്ക് സെറ്റിങ്സിൽ എന്തൊക്കെയാണ്. ഇതിപ്പോൾ ഞാൻ പറഞ്ഞു 6 മാസമായിട്ട് ഞാൻ ഉപയോഗിക്കുന്നതായതുകൊണ്ട് ഞാനിതിൽ വൈഫൈ കണക്ഷൻ എല്ലാം, ഇപ്പം ഞാൻ സ്ഥിരം ഉപയോഗിക്കുന്ന വൈഫൈ എല്ലാം ഇതിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ വൈഫൈ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ മൊബൈലിലെയോ മോഡത്തിലെയോ ഏതെങ്കിലും ഒരു വൈഫൈ ഓൺ ആക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ
ഇത് സിസ്റ്റം കണക്റ്റ് ആയിക്കോളും. നമ്മൾ രണ്ടാമതായിട്ട് നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ തനിയെ തന്നെ ഇത് കണക്റ്റ് ആയിക്കോളും. അതുപോലെ ഞാനിതിൽ എൻ്റെ മെയിൽ ഐ ഡി, നമ്മുടെ പുതിയ മൊബൈൽ വാങ്ങിക്കുമ്പോൾ എന്തൊക്കെ ചെയ്യുന്നു അതുപോലെയുള്ള ഫംഗ്ഷൻ എല്ലാം തന്നെ ഇതിൽ ഉപയോഗിക്കാൻ പറ്റും. നമുക്കിതിൽ കുറേ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇതിനെപ്പറ്റിയുള്ള വിവരങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള കുറേ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിൽ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ വരികയാണെങ്കിൽ എബോട്ടിനകത്ത് പോയി സോഫ്റ്റ്വെയർ അപ്ഡേഷൻ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ കഴിയും. കൂടാതെ നമ്മളൊരു പുതിയ ആപ്ലിക്കേഷൻ ഇതിലോട്ട് ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും പ്ലേ സ്റ്റോറിലോ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോർ വഴിയായിരിക്കും നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്കൊരു മെയിൽ ഐ ഡിയും പാസ്വേഡും ഇതിൽ കൊടുത്തേ മതിയാവൂ. നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന നമ്മുടെ തന്നെ പേഴ്സണലായിട്ടുള്ളതോ അല്ലെന്നുണ്ടെങ്കിൽ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്തതോ ഒരു മെയിൽ ഐ ഡിയും പാസ്വേഡും നമുക്കിതിൽ കൊടുക്കേണ്ടി വരും. ഇതിൽ ഫയൽ എക്സ്പ്ലോററിലോ അല്ലെങ്കിൽ മീഡിയ സെൻറ്റർ വഴിയോ അല്ലെന്നുണ്ടെങ്കിൽ ഗാലറി വഴിയോ നമുക്ക് ഏത് വഴി വേണമെന്നുണ്ടെങ്കിലും നമ്മുടെ ഇതിനകത്ത് സേവ് ചെയ്തിരിക്കുന്നതോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അഡീഷണൽ ആയിട്ട് കൊടുത്തിരിക്കുന്ന പെൻ ഡ്രൈവിലുള്ളതോ ആയിട്ടുള്ള വീഡിയോസോ പാട്ടോ നമുക്ക് അതിനുള്ള ഫയലുകൾ നമുക്കിതിൽ കാണാൻ കഴിയും. കൂടാതെ നമ്മുടെ ഫയലുകൾ നമുക്കിതിൽ സേവ് ചെയ്തിടാനും സാധിക്കും. പെൻ ഡ്രൈവിൽ നമുക്കൊരു ഫയൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് വേണമെന്നുണ്ടെങ്കിൽ ഈ ഡിവൈസിലോട്ട് കോപ്പി ചെയ്ത് മാറ്റാനും നമുക്ക് കഴിയും. ഇപ്പോൾ കാണുന്നത് നമ്മൾ ഇതിനകത്ത് തന്നെ ഞാൻ സേവ് ചെയ്തിരിക്കുന്ന കുറച്ച് വീഡിയോസാണ്. അതിലുള്ളൊരു വീഡിയോ ആണ് ഇപ്പോൾ കണ്ടത്. ഇതിൽ യൂട്യൂബും നെറ്റ്ഫ്ലിക്സും ഒക്കെ നമുക്ക് ഇൻബിൽഡായിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. നമുക്കിനി അടുത്തത് വൈഫൈ ഡിസ്പ്ലേ എങ്ങനെയാണ് ഷെയർ ചെയ്യാൻ നോക്കാം. അതായത് നമ്മുടെ മൊബൈലിലുള്ള ഡിസ്പ്ലേ നമുക്ക് സ്ക്രീനിലെങ്ങനെ, ടി വിയുടെ സ്ക്രീനിലെങ്ങനെ കാണാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ഫോണ് റെഡ്മിയുടെ ഫോണാണ്. അതിൽ കാസ്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അതിൽ തന്നെ ഉണ്ട്, ഫോണിൽ തന്നെ ഉണ്ട്. മറ്റ് ഫോണുകളിലാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മിററിംഗ് എന്നോ വൈഫൈ ഡിസ്പ്ലേ എന്നോ അല്ലെങ്കിൽ വയർലെസ് ഡിസ്പ്ലേ എന്നോ മിറാകാസ്റ്റ് എന്നോ അങ്ങനെ പല പേരുകളിലാണ് അറിയപ്പെടുന്നത് ആ ഓപ്ഷന്. ഇല്ലെങ്കിൽ ആപ്ലിക്കേഷൻ മിറാകാസ്റ്റ് വരുന്ന ധാരാളം ആപ്ലിക്കേഷന് പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ്. അതുപോലൊരു ആപ്ലിക്കേഷൻ നമ്മൾ ഡൗൺലോഡ് ചെയ്യുക, എന്നിട്ട് നമ്മൾ വൈഫൈ ഷെയർ ചെയ്യുക. അപ്പോൾ ടി വിയുടെ പേര് നമുക്ക് മൊബൈലിൽ കാണാൻ കഴിയും, ആ ഓപ്ഷനിൽ കാണാൻ കഴിയും. ബ്ലൂടൂത്തും നമ്മുടെ ലൊക്കേഷനും പിന്നെ വൈഫൈയും എനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കും. അപ്പോൾ നമ്മളതും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. ശേഷം പെയറായി കഴിഞ്ഞാൽ ആക്സെപ്റ്റ് എന്നുള്ള ഓപ്ഷൻ നമ്മൾ ടി വിയിൽ, അതായത് ടി വിയിലല്ല ബോക്സിൽ നമ്മൾ കൊടുക്കേണ്ടത്. ബോക്സിൻ്റെ ഇത് ഡിസ്പ്ലേ നമ്മൾ ടി വിയിലാണല്ലോ കാണുന്നത്. അപ്പോൾ നമ്മൾ ടി വിയുടെ പോപ്പിൽ ആക്സെപ്റ്റ് കൊടുക്കുക. ശേഷം കുറച്ച് സമയം കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ഫോണിലുള്ള അതേ ഡിസ്പ്ലേ ടി വിയിൽ കാണാൻ കഴിയുന്നതായിരിക്കും. നമ്മൾ മൊബൈലിൽ എന്ത് ഉപയോഗിച്ചാലും അതുപോലെ തന്നെ നമ്മുടെ ടി വിയിലും അതേ ഓപ്ഷൻ കാണാൻ കഴിയും. നമ്മളിപ്പോൾ യൂട്യൂബിൽ കയറുകയാണ്, ഇത്തിരി സ്പീഡ് കുറവായിരിക്കും. ഞാൻ ചിലപ്പോൾ ടൈപ്പ് ചെയ്യുമ്പോഴത്തേക്കും ഇത്തിരി സ്പീഡിൽ നേരത്തെ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നുള്ളതൊക്കെ എടുക്കുന്ന സമയത്ത് അത് കാണിച്ചെന്ന് വരില്ല. ഇപ്പോൾ നമ്മളൊരു വീഡിയോ സെലക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്, അത് പ്ലേ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ പ്ലേ ചെയ്യുന്ന സമയത്ത് ടി വിയിൽ ഫുൾ സ്ക്രീൻ ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മൊബൈലിൽ ഫുൾ സ്ക്രീൻ ഓപ്ഷൻ ആക്കി കൊടുക്കുക. ഒന്ന് ഫിറ്റ് സൂം ഫിറ്റ് കൊടുക്കുകയാണെങ്കിൽ ഫുൾ സ്ക്രീനായിട്ട് നമുക്ക് കാണാനും കഴിയും. ഇത് വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ടി വിയിലായിരിക്കും വോളിയം വരുന്നത്, മൊബൈലിൽ ഒരിക്കലും വോളിയം കിട്ടത്തില്ല. അപ്പോൾ ടി വിയിലായിരിക്കും ഈ പ്രോഗ്രാമിൻ്റെ, ഇപ്പോൾ നമ്മൾ കാണുന്ന വീഡിയോസിൻ്റെ ഓഡിയോ എല്ലാം ടി വി വഴിയായിരിക്കും കേൾക്കുന്നത്. നമ്മൾ പ്രോഗ്രാം എല്ലാം കണ്ടു കഴിഞ്ഞതിന് ശേഷം നമ്മുടെ മൊബൈലിൽ വൈഫൈ ഓഫ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ സ്ക്രീൻ മിററിങ് സ്റ്റോപ്പ് കാസ്റ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്പ്ലേയിൽ നിന്ന് നമ്മുടെ മൊബൈലിനുമായിട്ടുള്ള കണക്ഷൻ മാറുന്നതായിരിക്കും. ഇതുപോലുള്ള വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്ത് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങളുടെ മൊബൈലിൽ പോപ്പായിട്ട് വരത്തുള്ളൂ, നിങ്ങൾക്കറിയാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂടാതെ ലൈക്ക് ചെയ്യുകയും വേണം, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുകയും വേണം.